നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരു തമാശ കഥ. കഥയുടെ പേര് കാസിമിൻ്റെ ചെരുപ്പ്. കെയ്റോ നഗരത്തിൻ്റെ തെരുവിലൂടെ കുത്തിത്തയ്ച്ച ചെരുപ്പും കക്ഷത്തിലിടുക്കി പിച്ചക്കാരൻ്റെ വേഷത്തിൽ കീറിപ്പറിഞ്ഞ കുപ്പായവും ദ്രവിച്ച തലപ്പാവും അണിഞ്ഞ് നടന്നു പോകുന്നതാരെന്നോ? മഹാധനവാനും എന്നാൽ മഹാപിശുക്കനുമായ മരുന്ന് കച്ചവടക്കാരൻ അബു കാസിം. കാസിമിൻ്റെ ചെരുപ്പ് കെയ്റോയിൽ കുപ്രസിദ്ധമാണ്. 1000 വട്ടം തുന്നിക്കെട്ടിയും ആണിയടിച്ചും ഒട്ടിച്ചും ആകെ കൂടി വികൃതമായിരുന്നു അത്. കാട്ടാമൃഗത്തിൻ്റെ തുലിക്കട്ടി എന്ന ശൈലിക്ക് പകരം കെയ്റോക്കാർ പറഞ്ഞിരുന്നത് കാസിമിൻ്റെ ചെരുപ്പ് പോലെ തുലിക്കട്ടി എന്നാണ്. ഒരിക്കൽ അവിചാരിതമായി കാസിമിൻ്റെ മരുന്ന് കച്ചവടം പൊടിപൊടിച്ചു. ഏറെ ലാഭം കിട്ടി, സമ്പത്ത് കുമിഞ്ഞുകൂടി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാധാരണ ആളുകൾ ചെയ്യാറുള്ളതെന്താ? സദ്യ നടത്തും, മധുരപലഹാരം വിതരണം ചെയ്യും, മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകും. എന്നാൽ കാസിം ചെയ്തതെന്തെന്നോ? സ്നാനഗൃഹത്തിൽ പോയി ഒന്ന് കുളിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. കടയും പൂട്ടി ചെരുപ്പ് തേഞ്ഞു പോയാലോ എന്ന് കരുതി അത് കക്ഷത്തിലും ഇറുക്കി പിടിച്ചുകൊണ്ട് സ്നാനഗൃഹത്തിലേക്ക് നമ്മുടെ കാസിം പുറപ്പെട്ടു. സ്നാനഗൃഹത്തിന് പുറത്ത് ചെരുപ്പുകൾ വെച്ച് കാസിം അകത്ത് കയറി. കാലങ്ങളായി കുളിക്കാത്തതിനാൽ അഴുക്ക് ഇളക്കിക്കളയാൻ വളരെ നേരമെടുത്തു. കുളി കഴിഞ്ഞ് പുറത്തെത്തിയ കാസിം അതിശയിച്ചു പോയി. തൻ്റെ കീറിപ്പഴകിയ ചെരുപ്പിൻ്റെ സ്ഥാനത്ത് വിലയേറിയതും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ഒരു ജോഡി ചെരുപ്പുകൾ. തൻ്റെ സന്തോഷത്തിൽ ദൈവവും സന്തോഷിച്ചു കാണും. അങ്ങനെ തനിക്ക് കിട്ടിയ വിലയേറിയ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് ദൈവം സമ്മാനമായി തന്നതാണ് എന്ന് ചിന്തിച്ച് ആ ചെരുപ്പുകളിട്ട് കാസിം തിരികെ പോയി. വാസ്തവത്തിൽ സംഭവിച്ചതെന്താണെന്നോ? ന്യായാധിപൻ സ്നാനഗൃഹത്തിലെത്തിയപ്പോൾ ഒപ്പം വന്ന പരിചാരകൻ കാസിമിൻ്റെ വൃത്തികെട്ട ചെരുപ്പ് വാതിലിന് പിന്നിലേക്ക് മാറ്റിയിട്ടു. ന്യായാധിപൻ കുളി കഴിഞ്ഞു വന്നപ്പോൾ തൻ്റെ വിലയേറിയ ചെരുപ്പുകൾ കാണാനില്ല. പരിചാരകർ നെട്ടോട്ടമായി. അവർ കാസിമിൻ്റെ ചെരുപ്പ് തിരിച്ചറിഞ്ഞു. കാസിമിനെ അവിടെ കാണാനുമില്ല. ഒടുവിൽ അവർ കാസിമിനെ പിടികൂടി. ന്യായാധിപൻ്റെ ചെരുപ്പുകൾ കാസിമിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. കാസിമിന് ജയിൽ ശിക്ഷ ലഭിച്ചു. വലിയ തുകയടച്ച് ശിക്ഷയിൽ നിന്ന് കാസിം രക്ഷപ്പെട്ടു. അങ്ങനെ കാസിം തൻ്റെ ചെരുപ്പുകളെ വെറുത്തു. തൻ്റെ സമ്പാദ്യം കളഞ്ഞു കുളിച്ച ഈ ചെരുപ്പുകൾ ഇനി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. കാസിമിന് ആശ്വാസമായി. നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നവർ ഭാരമുള്ള എന്തോ വസ്തു വലയിൽ കുടുങ്ങിയതറിഞ്ഞ് സന്തോഷിച്ചു. വല വലിച്ച് കരയ്ക്കടുപ്പിച്ചപ്പോഴാണ് വലയിൽ കുടുങ്ങിയത് കാസിമിൻ്റെ ചെരുപ്പുകളാണെന്നറിഞ്ഞത്. ചെരുപ്പിൻ്റെ ആണികളിൽ കുരുങ്ങി വലയാകെ കീറിപ്പോയി. ചെരുപ്പുകൾ കണ്ടപ്പോൾ തന്നെ മുക്കുവർ അതെടുത്ത് കാസിമിൻ്റെ കടയിലേക്ക് പോയി. അവർ ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. കുറേ മരുന്ന് കുപ്പികൾ പൊട്ടിത്തകർന്നു. കാസിമിൻ്റെ ചെരുപ്പുകളെ കാസിം വീണ്ടും പഴിച്ചു. നശിച്ച ചെരുപ്പുകൾ, ഇതെന്നെയും കൊണ്ടേ പോകൂ, ഇതിനൊരവസാനം ഉണ്ടാക്കിയേ തീരൂ. സ്വന്തം വീടിന് പിന്നിലായി വലിയൊരു കുഴിയെടുത്ത് ചെരുപ്പ് അതിലിട്ട് മൂടി. ഒടുവിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കാസിം വീട്ടിൽ കയറി. കാസിമിൻ്റെ ശത്രുവായ അയൽവാസി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ രാജാവിനെ മുഖം കാണിച്ച് കാസിമിന് നിധി കിട്ടിയെന്നും അത് അയാൾ വീടിന് പുറകിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അറിയിച്ചു. രാജനിർദ്ദേശമനുസരിച്ച് ഭടന്മാർ വീട്ടിലെത്തി കുഴി മാന്തി ചെരുപ്പുകൾ പുറത്തെടുത്തു. കാസിമിനെ ഭയപ്പെടുത്തി വലിയൊരു തുകയും കൈക്കലാക്കി അവർ പോയി. ഇനി എന്തു ചെയ്യും? ഈ ഒഴിയാബാധയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? കാസിം ചിന്തിച്ചു. ഒടുവിൽ അയാൾക്കൊരു ബുദ്ധി തോന്നി. കാസിം ചെരുപ്പുകളുമായി ദൂരെ വിജനമായ ഒരിടത്തെത്തി. അവിടെ കണ്ട നദിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ ചെരുപ്പുകൾ. ഇനി ഈ നരകം എന്നെ ശല്യപ്പെടുത്തില്ലല്ലോ, കാസിം ആശ്വസിച്ചു. നദിയിൽ വീണ ചെരുപ്പ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് തഴോട്ടുപോയി. കാസിമിൻ്റെ കഷ്ടകാലമെന്നല്ലാതെ എന്തു പറയാൻ? ചെരുപ്പുകൾ ചെന്ന് കയറിയത് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മില്ലിൻ്റെ ചക്രത്തിലാണ്. ചക്രം തകർന്നു.
മില്ല് പണിമുടക്കി. ഉടമ അധികാരിക്ക് പരാതി കൊടുത്തു. കാസിം നല്ലൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടിയും വന്നു. ഒന്നിനു പുറകെ ഒന്നായി ചെരുപ്പുകൾ ഉണ്ടാക്കിയ പൊല്ലാപ്പുകളിൽ കാസിം കൂടുതൽ വിഷണ്ണനായി. ചെരുപ്പുകളുമായി ഒരു ഭ്രാന്തനെ പോലെ അയാൾ സ്വന്തം വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി. കാസിമിൻ്റെ നായ മട്ടുപ്പാവിൽ കിടന്ന ചെരുപ്പുകൾ കടിച്ചുകുടഞ്ഞ് കളിച്ചു. നായയുടെ വായിൽ നിന്ന് ചെരുപ്പ് തെറിച്ചു വീണ് വഴിയിലൂടെ പോയ വൃദ്ധയുടെ തലയിൽ വലിയ മുറിവുണ്ടായി. ആളുകൾ കൂടി. പ്രശ്നം അധികാരിയുടെ മുന്നിലെത്തി. വൃദ്ധയ്ക്ക് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. നിലച്ചിരിക്കാതെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഗതികേടിനെ പഴിച്ചുകൊണ്ട് കാസിം തലപുകഞ്ഞാലോചിച്ചു ഇതിൽ നിന്ന് രക്ഷ നേടാൻ. ഇനി എന്തു വഴി? ഇപ്പോൾ തന്നെ തൻ്റെ സമ്പത്ത് തീരാറായി. വൈകാതെ പിച്ചയെടുക്കേണ്ടി വരും. കാസിം ഒടുവിൽ തീരുമാനമെടുത്തു. ചെരുപ്പുകളുമായി അധികാരിയുടെ മുന്നിലെത്തി. ചെരുപ്പുകൾ അധികാരിക്ക് മുന്നിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ എല്ലാ നാശങ്ങൾക്കും കാരണമായി ഈ ചെരുപ്പുകൾ കണ്ടാലും ഇത് കാരണം എനിക്കിനി തെണ്ടി നടക്കുകയേ നിവർത്തിയുള്ളൂ. എന്നോട് അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ഈ ചെരുപ്പുകളുടെ ഉടമ അബു കാസിം എന്ന ഞാനല്ലെന്നും ഇവ കൊണ്ട് ഇനി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഈ ഉള്ളവൻ ഉത്തരവാദിയാവില്ലെന്നും വിളംബരം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ കാസിം ഒറ്റയോട്ടം. കാസിമിൻ്റെ മരണവെപ്രാളത്തോടെയുള്ള ഓട്ടം കണ്ടു നിന്നവരും അധികാരിയും പൊട്ടിച്ചിരിച്ചു. ഈ കഥ എങ്ങനെയുണ്ട്? ഇതൊരു തമാശക്കഥയാണ് കേട്ടോ. ഈ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.